Hi friends, welcome to Happy Mind. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാംഗോ മോസ് ആണ്. മാംഗോ മോസ് ഉണ്ടാക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാംഗോ മോസ് ഉണ്ടാക്കാൻ 3 മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എനിക്ക് കിട്ടിയ മാങ്ങ അത്ര പഴുത്തിട്ടില്ല. നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കുക. ഇതിന് കുറച്ച് മധുരവും കുറവാണ്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ മാങ്ങയുടെ തോല് കളയുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തോല് കളയാനാകും. നമ്മൾ വെച്ചിരിക്കുന്ന 3 മാങ്ങയും ഇതേപോലെ അരിഞ്ഞ് തോല് കളയാം. ഇത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വേഗത്തിൽ കഴിയുന്നൊരു മാംഗോ മോസാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് വളരെ ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം മാങ്ങ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സമയമാണല്ലോ, അതുകൊണ്ട് എന്തായാലും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഒരു 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ മാംഗോ മോസ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ തോല് കളഞ്ഞ് നമ്മൾ ഇതൊരു ബൗളിലേക്ക് ആക്കി വെക്കാം. മാങ്ങ നന്നായി അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ആക്കി വെക്കാം. ഇത് നമ്മളിനി ജ്യൂസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നമുക്കിത്. ഞാനിവിടെ നന്നായി ജ്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ തിക്നെസ്സോടെ കിട്ടും. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് മാങ്ങ ഈ തിക്നെസ്സോടെ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിനാവശ്യമായ വിപ്പ് ക്രീം എടുക്കാം. വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഞാനിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 400 മില്ലി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഒഴിക്കുക. ഞാനൊരു 4-5 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ചോ ആൾക്കാരുടെ അനുസരിച്ചോ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. ഇത് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലാത്തത് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ വീട്ടിലുള്ളത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നുള്ളൂ. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് വേണം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് മിൽക്ക് മെയ്ഡ്. നമ്മളെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് മിൽക്ക് മെയ്ഡ്. അത് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിക്കുക. ഓരോരുത്തർ ഷുഗറിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതും നന്നായി ബീറ്റ് ചെയ്യുക. ഈ 2 ഇൻഗ്രീഡിയൻസ് കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടി ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2ഉം കൂടി ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു തിക്നെസ്സോടെ നമുക്ക് കിട്ടും. ഇനി ഞാനിതൊരു ബൗളിലേക്ക് കുറച്ച് മാറ്റി വെക്കുകയാണ്. കാരണം എനിക്ക് ഡെക്കറേഷന് വേണ്ടി ഞാൻ മാറ്റി വെക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ജ്യൂസ് ചെയ്ത് വെച്ച മാങ്ങ മൊത്തമായി ചേർക്കുക. നന്നായി ഇളക്കുക.
ഇളക്കി നന്നായി വിപ്പിംഗ് ക്രീമും മാങ്ങയും കൂടി നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്തെടുക്കണം. 3 ഇൻഗ്രീഡിയൻസ് കൂടി നന്നായി ഇളക്കി ചേർക്കുക. കണ്ടില്ലേ, ഈ ഒരു കളർ കിട്ടും. എൻ്റെ മാങ്ങ അത്ര പഴുത്ത മാങ്ങയല്ലാത്തത് കൊണ്ട് എനിക്കൊരു യെല്ലോ ഷെയ്ഡ് മാങ്ങ കിട്ടിയത് കൊണ്ട് ഈ ഒരു കളറാണ്. ഞാൻ വേറെ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല, നാച്ചുറലായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളറാണ്. നിങ്ങൾക്ക് നല്ല നല്ല കളറുള്ള മാങ്ങ കിട്ടുന്നെങ്കിൽ ഇതിലും കുറച്ചും കൂടി നല്ല കളറായി കിട്ടും. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സോടെ വേണം നമുക്ക് നമ്മളെ മാംഗോ മോസ് ഉണ്ടാക്കാൻ. ഇനി ഇത് ഫ്രീസ് ചെയ്ത് വെക്കണം. ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. നന്നായി ഫ്രീസ് ചെയ്തെടുക്കാം. ഇതേ നമ്മുടെ മാംഗോ മോസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്. ഇത് കറക്റ്റായി ഫ്രീസായി വന്നിട്ടുണ്ട്. ഞാനിതിന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. എല്ലാവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഒരു 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.